ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശാരദ കസേൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കുക്കർ മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. അതെല്ലാവർക്കും കുക്കർ മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നറിയാം, എന്നാലും അറിയാത്തവർക്ക് അതൊരു ഉപകാരമായിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകല്ലേ. അപ്പോൾ നമുക്ക് മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മട്ടനൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത മട്ടനാണ്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർക്കണ്ടേ. അപ്പോൾ അതിലേക്ക് എല്ലാം ഓരോ ടീസ്പൂണിൻ്റെ അളവിലാണ് പറയുന്നത്. മീറ്റ് മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയും എല്ലാം ചേർത്ത് എടുത്തതാണ് ഞാൻ ഒരു കപ്പിലെടുത്തത്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, പട്ട ഒരു 2 പീസ് പട്ട, 1 സവോള പൊടി അരിഞ്ഞത്, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലപോലെ ഈ മട്ടനിൽ ഈ മുളക് പൊടി മസാലയൊക്കെ നന്നായി പിടിക്കുന്നവരൊന്ന് തിരുമ്പി കുഴച്ച്, അങ്ങനെ കൈകൊണ്ട് നന്നായി ഒന്ന് തിരുമ്പി കുഴക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ മട്ട മുങ്ങുന്ന വരെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മളൊരു 7 വിസിൽ വരണം. മട്ടൻ നല്ല വേവുള്ള മട്ടനാണ്, അപ്പോൾ മൂത്ത മട്ടനാണ്, അപ്പോൾ നന്നായി ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഒരു 7 വിസിൽ വരുന്നവരെ നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് മട്ടനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. കുക്കറിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 5 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് നെയ്യും ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കസ്കസ്, ബിരിയാണി ഇല ഇത്രയും ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇട്ടിട്ട് നന്നായി ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. അടിപ്പിടിക്കാതെ നോക്കണം. കുക്കറായതുകൊണ്ട് പെട്ടെന്ന് അടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീ കുറച്ച് വെച്ചുകൊണ്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾക്ക് 2 സവോള സ്ലൈസായി അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്നൊന്ന് ഉള്ളി ഒന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നല്ല പഴുത്ത തക്കാളി, ഒരു 2 തക്കാളി പൊടി അരിഞ്ഞത്, ഒരു 2 പച്ചമുളക് നടുവേക്കരുത്, ഇതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് തക്കാളി ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വെന്ത് വരണം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റുക. ഇനി അതോടൊപ്പം നമ്മൾ ഒരു പിടി മല്ലിയിലയും പുതിന ഇലയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഈ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് വരുമ്പോൾ നമ്മുടെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് മസാലകൾ ചേർക്കാം. ഞാനിവിടെ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി 2 ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അടി പിടിക്കാതെ നോക്കണം. ഇങ്ങനെ അടി ചേർത്ത് ഇളക്കുക. ഇത് നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോൾ ഈ മുളക് പൊടിയുടെയും മസാലയുടെയൊക്കെ മണം പച്ചമണം ഒന്ന് മാറി കിട്ടുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടനും കൂടെ ചേർത്തിട്ട് ഇതിലൊന്ന് മസാല പിടിക്കുന്നവരെ ആ തക്കാളിയും മസാലയും എല്ലാം ഒന്ന് പിടിക്കുന്നവരെ ഈ മട്ടനിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലൊന്ന് കുക്കറിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് കിട്ടണം. ഈ മട്ടൻ നമ്മൾ ഹാഫ് വേവ് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്താണ്. അപ്പോൾ ഇതിലൊന്ന് മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുത്ത് ഇതുപോലെ ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾക്ക് അരി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ജീരക സമ്പ അരിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ജീരക സമ്പ അരി ഞാൻ ബിരിയാണി റെസിപ്പിയിലും പറയുന്നത് പോലെ 1 ഗ്ലാസ് ജീരക സമ്പ അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത്
കറക്റ്റ് അളവായിരിക്കും നമ്മളിത് എടുക്കുമ്പോൾ. അപ്പോൾ ഇത് അരി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഒരു 5 മിനിറ്റ് വഴറ്റിയെടുത്ത ശേഷം ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ ഈ മട്ടൻ വേവിച്ച വെള്ളം ബാക്കിയുണ്ട്, അപ്പോൾ അതാണ് ഞാൻ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത്. അതിൽ നമുക്ക് ഈ മട്ടൻ്റെ കൊഴുപ്പൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്, അതൊരിക്കലും കളയരുത്. അത് ഒഴിച്ച് കൊടുത്തിട്ട് അത് ഞാൻ കറക്റ്റ് അളവിലാണ് ഒഴിച്ചിരിക്കുന്നത്. അത് എന്നിട്ട് അളവ് ബാക്കിയുള്ളത് നമ്മൾ അളവിന്നിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇനി തീ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കറക്റ്റായിരിക്കണം ഈ സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ. ഉപ്പൊന്ന് മുന്തി നിൽക്കണം. അപ്പോൾ നമ്മൾ ഈ അരി വേകുമ്പോൾ നമുക്ക് കറക്റ്റ് അളവായിരിക്കും. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. പെട്ടെന്ന് വെള്ളം വറ്റി കിട്ടും. എല്ലാം അവിടെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് അതും കൂടെ ഒഴിച്ച് കൊടുക്കാം. അരി ഒരു ഹാഫ് വെന്ത ശേഷം നാരങ്ങ നീര് ഒഴിച്ചാൽ മതി. ഒരു തിള വന്ന ശേഷം ഇനി ഒരു 1/4 ഗ്ലാസ് തൈര്, അതായത് ഒരു 4 ടീസ്പൂണോളം ഉണ്ടാവും തൈര്, കട്ട തൈരാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടി ചേർത്തി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. തീ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തീ കുറയ്ക്കണം. തീ വളരെ കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 7 മിനിറ്റ് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഈ കുക്കറിൻ്റെ ഇത് നോബ് ഇടാൻ പാടില്ല, അത് തുറന്ന് വെക്കണം. ഇതുപോലെ ഒന്ന് തുറന്ന് വെച്ചിട്ട് വേണം 7 മിനിറ്റ് വേവിക്കാൻ. ഇത് 7 മിനിറ്റ് കഴിഞ്ഞ ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കിയാൽ മതി. അഥവാ നിങ്ങൾക്ക് വെന്തിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഒന്ന് കറക്റ്റ് വേവായി കിട്ടും. ഇത് 15 മിനിറ്റ് കറക്റ്റാണ്. നമ്മുടെ വെള്ളം നമ്മൾ അളവിലെടുക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബിരിയാണി. അടിപൊളി ടേസ്റ്റാണ്. ആ മട്ടൻ്റെയൊക്കെ മണം നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഒഴിക്കണം. ഞാനിവിടെ ഒരു 100 ഗ്രാം നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇനി കുറച്ച് നമുക്ക് മല്ലിത്തഴയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തിട്ട് എല്ലാവിടെയും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നെയ്യും ഈ പുതിനയിലയും എല്ലാം ഒന്ന് അടിചേർത്തി ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാവിടെയും ഒന്ന് അടിചേർത്തി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി രുചികരമായിട്ടുള്ള നമ്മുടെ മട്ടൻ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമ്മുടെ മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്യണം. ഞാനിത് പാലക്കാട് റാവുത്തർ ബിരിയാണി സ്റ്റൈലിലാണ് കേട്ടോ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.